ഒരിക്കൽ ശനിദേവൻ കൈലാസത്തിലെത്തി ശിവഭഗവാനെ വന്ദിച്ചു. വിനയത്തോടെയാണെങ്കിലും ശനി തന്റെ വരവിന്റെ ഉദ്ദേശം അറിയിച്ചു. ഭഗവാനെ, അങ്ങയുടെ ജാതകപ്രകാരം 7:30 ശനി തുടങ്ങാറായിരിക്കുന്നു. എനിക്ക് അങ്ങയെ പിടികൂടേണ്ടി വരും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശിവൻ ചോദിച്ചു, ശനി, ലോകനാഥനായ എന്നെ നീ എങ്ങനെ പിടികൂടും? ഞാൻ എവിടെ മറന്നിരുന്നാലും നീ എന്നെ കണ്ടെത്തുമോ? തീർച്ചയായും ഭഗവാനെ, വിധിയെ ആർക്കും ഒഴിവാക്കാനാവില്ല. ശനി മറുപടി നൽകി. ശനിയിൽ നിന്ന് രക്ഷപ്പെടാനായി ശിവൻ ഒരു ഉപായം കണ്ടെത്തി. പിറ്റേ ദിവസം രാവിലെ ശനി എത്തുന്നതിന് മുൻപ് ഭഗവാൻ ഒരു ആനയുടെ രൂപം ധരിച്ച് കാട്ടിൽ പോയി ഒളിച്ചു. ഒരു ദിവസം മുഴുവൻ ആനയായി കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ ശനി പോയി കാണുമെന്ന് കരുതി ശിവൻ വീണ്ടും തന്റെ പഴയ രൂപത്തിൽ കൈലാസത്തിൽ തിരിച്ചെത്തി. അവിടെ ശനിദേവൻ ഭഗവാനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ ശനി, നീ എന്നെ പിടികൂടുമെന്ന് പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. ഞാൻ ഇന്ന് പകൽ മുഴുവൻ നിന്റെ കണ്ണിൽപ്പെടാതെ ആനയുടെ രൂപത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ശനിദേവൻ വിനയത്തോടെ കൈകൂപ്പി പറഞ്ഞു, ക്ഷമിക്കണം ഭഗവാനെ, അങ്ങ് പറഞ്ഞത് തെറ്റാണ്. ലോകത്തിന്റെ അധിപനായ അങ്ങയെ ഒരു സാധാരണ മൃഗത്തിന്റെ രൂപം ധരിപ്പിച്ച് കാട്ടിൽ പുല്ല് തിന്ന് അലയാൻ പ്രേരിപ്പിച്ചില്ലേ? അതാണെന്റെ സ്വാധീനം. ആ സമയം അത്രയും അങ്ങന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഭഗവാൻ ശിവൻ ശനിയുടെ നീതിനിഷ്ഠയിൽ സംതൃപ്തനായി. തന്റെ ഭക്തരെ അധികം ദ്രോഹിക്കരുതെന്ന് ശനിയോട് നിർദ്ദേശിക്കുകയും ശനിയെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം.